ശ്രീ ഉല്ലാസ് ബാബു, വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. നോക്കൂ, ഇപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതൊരു പ്രശ്നമേ അല്ല, മാധ്യമ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായി അപ്പോൾ നമുക്ക് തോന്നുന്ന സംശയം, ഇവിടെ എല്ലാവരും ഇവിടെ ആവർത്തിച്ചതുപോലെ ഇപ്പോൾ നോക്കൂ, രണ്ട് ഘട്ടത്തിലാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. കേരളത്തിൽ 4 മണ്ഡലങ്ങൾ കൂടി മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകെ ഇന്ത്യയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട് ഉല്ലാസ് ബാബു? അത് ഈ ഒരേ ഒരു അബ്ദുൾ സലാം മാത്രമല്ലേ ഉള്ളൂ? അതിനപ്പുറത്തേക്ക് മറ്റൊരു പേര് മുന്നോട്ട് വയ്ക്കാൻ എന്തുകൊണ്ട് BJPക്ക് ആകുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ എത്രമാത്രം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം? വിഷം പുരട്ടിയ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എപ്പോഴൊക്കെ മത്സരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ച് പ്രഖ്യാപിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 16 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ എത്ര വനിതകളുണ്ട്, നിങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചാൽ എത്ര വനിതകളുണ്ട്, അത് ചോദിക്കാൻ ഇന്നുവരെ തയ്യാറാവാത്തത്? ഈ വനിതാ ബില്ല് കൊണ്ടുവന്ന ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടന കൃത്യമായിട്ട് വനിതാ പ്രാതിനിധ്യം കൊടുത്ത് ഈ 16 ഇത്ര വനിതകളെ ഞങ്ങൾ മത്സരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഈ 20 LDF ആളുകളും പ്രഖ്യാപിച്ച സമയത്ത് അതിൽ എത്ര പേരുണ്ടെന്നും കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കില്ല. കാരണം ഒരു സംശയമുണ്ട്. ഞാൻ നിങ്ങളെ പോലെ വർഗീയം ഉരുട്ടി ഉണ്ണാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ലെന്നേ. എനിക്ക് അങ്ങനെ ഒരു അജണ്ടയുമില്ല. അബ്ദുൾ സലാം സാറിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും തകർച്ചയ്ക്കും ഒക്കെയും കൂട്ടുനിന്നവർ, ഇന്ന് ഈ ലോകം കണ്ട, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ മതനിരപേക്ഷകർ, അതിന് ചോദ്യം ചോദിക്കുന്നവർ വർഗീയവാദികൾ അല്ലേ? പറയൂ, ധൈര്യമുണ്ടെങ്കിൽ പറയൂ. എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു കുത്തി പറയുന്നത് ശ്രീ ഉല്ലാസ് ബാബു? ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്? എന്റെ ധൈര്യത്തിനൊന്നും മസീദ അളക്കാൻ വരണ്ട. എന്റെ ധൈര്യമൊക്കെ ഞാൻ കൃത്യമായി കൊണ്ടു നടന്നോളാം. നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ കാടടച്ച് വെടിവെക്കണ്ടല്ലോ. ഇപ്പോൾ പ്രഖ്യാപിച്ച പട്ടികയിൽ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്? കഴിഞ്ഞ ലോക്സഭയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? മറുപടി പറഞ്ഞാൽ തീരില്ലേ ആ പ്രശ്നം? അല്ല അസീദ, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? മുസ്ലിം വർണ്ണ ചിന്താഗതി ഉണ്ടാക്കി ഈ നാടിനെ വിഭജിച്ച് ഈ നാടിനകത്ത് വർഗീയത കുത്തിവെക്കണമെന്നുള്ള അജണ്ടയല്ലേ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ആ അജണ്ടയൊക്കെ നിങ്ങൾ വെച്ച് രാഷ്ട്രീയം കൊണ്ട് നടന്നോളൂ. ഞങ്ങളുടെ BJP സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റുകൾ കൃത്യമായിട്ടുണ്ട്. ജാതിയോ മതമോ വർഗമോ വർണ്ണമല്ല അടിസ്ഥാനം, വിജയമാണ്. ജയിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളെ കൃത്യമായി കണ്ടെത്തിയിട്ടാണ് 543 സ്ഥലത്തേക്ക് ഞങ്ങൾ മത്സരിക്കുക. ഇന്ത്യ മഹാരാജ്യത്ത് MP ആയി ഈ നാടിന്റെ ജനപ്രതിനിധിയായി റെപ്രസെന്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ആളുകളെ അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ നോക്കിയല്ല സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കാറ്. അസിത മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ചോദിക്കണ്ട. പറയൂ ഉല്ലാസ് ബാബു, ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഇത്രയും ആളുകളിൽ മുസ്ലിങ്ങളെ ഇല്ല എന്നുള്ളതാണോ? ജയസാധ്യത ഇല്ല ഒരു മുസ്ലിമിന് പോലും എന്നുള്ളതല്ലേ താങ്കൾ പറയാതെ പറഞ്ഞത്? വർഗീയ പക്ഷം അത് എന്റെ നാവിലേക്ക് അസിത വെച്ച് തരണ്ട. അല്ല, അസിതയുടെ മനസ്സിലുള്ള വർഗീയ പക്ഷം അത് എൻ്റെ നാവിൽ നിന്ന് വരുന്നതായിട്ട് അസിത വ്യാഖ്യാനിക്കേണ്ട. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന എൻ്റെ രാഷ്ട്രീയ സംഘടന ഇന്ത്യ മഹാരാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പ്രാപ്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വിജയപ്രതീക്ഷ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിജയിക്കാൻ കപ്പാസിറ്റിയുള്ള വ്യക്തികളെ അവരുടെ പ്രവർത്തനം മേഖല ഉല്ലാസ് ബാബു, സിഎയുടെ കൂടി പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാം കേട്ടോ. നിങ്ങൾ അല്ല CAയുടെ പശ്ചാത്തലം ഇന്നലത്തെ മീഡിയ 1 ചർച്ച കേൾക്കണം അസിത. നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന പ്രതിനിധി വന്ന് പറഞ്ഞെന്താണെന്നറിയുമോ? ഇതൊന്നും ഇന്ത്യൻ മുസ്ലിമിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന ആ ചർച്ചയൊന്നും ഇന്നലത്തെ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം. ഉല്ലാസ് ബാബു, നോക്കൂ, ഇവിടെ കേരളത്തിലെ മുസ്ലിമിനെ ബാധിക്കുന്നതാണോ, ഇന്ത്യയിലെ മുസ്ലിമിനെ ബാധിക്കുന്നതാണോ, ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിമിനെ ബാധിക്കുന്നതാണോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം ഉല്ലാസ് ബാബു. ഞാൻ പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ് ഉല്ലാസ് ബാബു, സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചാണ്. അവരുടെ എത്രമാത്രം പ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതാണ് ഉല്ലാസ് ബാബു ചോദ്യം. പാർലമെന്റിൽ അവരുടെ ശബ്ദം കേൾക്കണ്ടേ?
ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷമല്ലേ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗം ഈ രാജ്യത്തെ ന്യൂനപക്ഷമല്ലേ? ആ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധീകരണം എങ്ങനെയായിരുന്നു കഴിഞ്ഞ പാർലമെന്റിൽ? ഉല്ലാസ് ബാബു 10 വർഷം ഭരിച്ചില്ലേ? ഉല്ലാസ് ബാബു പറയൂ, നിങ്ങൾ അവരെ എങ്ങനെ അഡ്രസ് ചെയ്തു? നിങ്ങൾ അവരെ എങ്ങനെ ഉൾക്കൊള്ളിച്ചു? വിഷം ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേ, എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ വരണം. ഞാൻ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന എൻ്റെ രാഷ്ട്രീയ സംഘടനയെ, ഞങ്ങൾ ജയിക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ മത്സര രംഗത്തിറക്കി ഇന്ത്യ മഹാരാജ്യത്തിന്റെ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നുള്ളത് കൃത്യമായ അജണ്ടയാ. കഴിഞ്ഞ പാർലമെന്റിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയത അല്ലേ? ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് വർഗീയത അല്ലേ? ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഐതിഹാസികമായ ഒരു സമരം നടക്കുമ്പോൾ പ്രത്യേക വേഷധാരികളാണ് ആ സമരത്തിന് കാരണക്കാർ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവ് പറഞ്ഞത് അപ്പോൾ എന്താണ്? ഉല്ലാസ് ബാബു, മതനിരപേക്ഷതയാണോ അത്? അസിത, ഈ ചർച്ചയുടെ തുടക്കം മുതൽ നടത്തുന്നത് എന്താണ്? അബ്ദുൽ സലാം എന്ന് പറയപ്പെടുന്ന പേരുപയോഗിച്ച് ഒരു മുസ്ലിം സമൂഹത്തെ മുന്നിൽ നിർത്തി വർഗീയ പ്രചരണം നടത്തുന്ന ആ രാഷ്ട്രീയ നെറികേടാണ് അസിത ഈ ചർച്ചയിൽ മുന്നോട്ട് ഒച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നതാണ് വർഗീയതയെങ്കിൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തെ നോക്കി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വസ്ത്രം ധരിച്ചവരാണ് ഈ സമരത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ വർഗീയവാദി വിളിക്കുമോ? ധൈര്യമുണ്ടോ അതിന് ഉല്ലാസ് ബാബു? ഇല്ലല്ലോ. നിങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത് മുതൽ ഈ നിമിഷം വരെ റിവൈൻഡ് ചെയ്ത് നോക്കണം. ഒരു സാധാരണക്കാരന്റെ മസ്തിഷ്കത്തിലേക്ക് വർഗീയ വിഷം തുപ്പുന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ കൊണ്ട് നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? 4 വോട്ടിന് വേണ്ടിയായിരുന്നോ? പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന രീതിയിലേക്ക് വർഗീയതയെ ഇളക്കി വിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ വളരെ വിഷമുണ്ട് അസിത. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒരു ആങ്കറായി ഇരുന്നു കൊണ്ട് ഒരു മാധ്യമ ചർച്ച ഇത്രയും മോശകരമായ രീതിയിൽ ഒരു വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലേക്ക് ഈ നാടിനെ 10 രീതിയിലും 16 രീതിയിലേക്കും കൊണ്ടെത്തിക്കുന്നത് അബ്ദുൽ സലാം എന്ന് പറയപ്പെടുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് പ്രശ്നമല്ലേ? ഞങ്ങൾ 16 പേരും ആ വണ്ടിയിൽ കയറിയോ? ഇല്ലല്ലോ. അതിനകത്ത് കൃത്യമായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അതിലേക്ക് അബ്ദുൽ സലാം സാറും ഞങ്ങളുടെ താങ്കൾക്ക് എന്നെ വർഗീയവാദിയാക്കാനാണല്ലോ വലിയ ആവേശം. നോക്കൂ, ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളാണ് വർഗീയവാദിയെങ്കിൽ ഒരു സമരത്തെ നോക്കി ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട വസ്ത്രം ധരിച്ചവരാണ് ആ സമരത്തെ ഹൈജാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ വർഗീയവാദിയല്ലേ? സിഎ നടപ്പിലാക്കുന്നതിന് മുസ്ലിം ആണോ എന്ന് പരിശോധിക്കാൻ, സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്ന തഥാഗതരായ അപ്പോൾ വർഗീയവാദി അല്ലേ? അല്ലേ ഉല്ലാസ് ബാബു? അല്ലേ? താങ്കൾ അത് പറയൂ. താങ്കൾ എന്റെ ചോദ്യത്തിനാണല്ലോ താങ്കൾ ഇങ്ങനെ ആവർത്തിച്ച് രോഷാകുലനാകുന്നത്. ഞാൻ ചോദിച്ചത് ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രതിനിധാനം നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് മറുപടി ഉണ്ടോ? അതിന് മറുപടി ഉണ്ടോ ഉല്ലാസ് ബാബു? ക്ലാസ്സല്ലല്ലോ നടത്തുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങളും മറുപടി പറയണം. അങ്ങനെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ മറുപടി എനിക്കും വേണ്ട ശ്രീ ഉല്ലാസ് ബാബു. ഞാൻ മടങ്ങിയെത്താം.